കാശി പാർട്ട് 9. ഇതെല്ലാം മുകളിൽ നിന്നും കേട്ട് കാശിയിൽ സങ്കടം നിറഞ്ഞു വന്നിരുന്നു. തെറ്റാണ് കാശി, അവളോട് നിനക്കൊരു രീതിയിലും ഒന്നും തോന്നരുത്. അതും വിചാരിച്ചു അവൻ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു. സങ്കടത്തോടെ നിൽക്കുന്ന അവളുടെ മുഖം അവനിൽ തെളിഞ്ഞു വന്നതും അവൻ തലകുടഞ്ഞു. രാത്രി ശ്രീ അവരുടെ പ്രണയത്തെക്കുറിച്ചോർത്ത് കരഞ്ഞാണ് ഉറക്കത്തിലേക്ക് പോയത്. രാവിലെ എണീക്കുമ്പോൾ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അവളൊന്ന് ഫ്രഷായി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. മോള് വന്നോ, വാ കഴിക്കാനിരിക്ക്. അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പതിവിന് വിപരീതമായി ഇന്ന് കാശി അവൻ്റെ മുമ്പിലുള്ള ചപ്പാത്തി പാത്രം നീക്കി വെച്ചു. അവളുടെ മുമ്പിലേക്ക് എത്തിയതും അവൾ ഞെട്ടി നോക്കുമ്പോൾ അവൻ നോക്കുന്നേയില്ലായിരുന്നു. എല്ലാവരും അവൻ്റെ പ്രവൃത്തി കണ്ട് ഞെട്ടി നോക്കുന്നുണ്ട്. അവൾ കഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾ ഈക്കിളെടുക്കാൻ തുടങ്ങിയതും വെള്ളം കുടിക്കടി, കാശി ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ഞെട്ടി. അതോടൊപ്പം അവളുടെ ഈക്കിളും നിന്നിരുന്നു. ഒന്ന് ഭയപ്പെടുത്തിയാൽ ഈക്കിൾ നിൽക്കും മോളെ, മോള് കഴിക്ക്. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ശ്രീ അവൻ്റെ പ്രവൃത്തി ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ബട്ട് പുറത്ത് കാണിക്കാൻ മടി കാണിക്കുവാണല്ലേ ശ്രീ ആത്മ. അവൾ അതും ആലോചിച്ച് കഴിക്കുമ്പോഴാണ് മോളെ, നിനക്ക് വേണ്ടി ഒരു സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്. അമ്മാവൻ്റെ വീടാണ്, ഒരു ഗ്രാമത്തിലാ. അവിടെ മോള് സേഫാകും. പിന്നെ അവിടെ ശരൺ, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. കാശി അത് കേട്ട് കാശി അവനെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ എണീറ്റു പോയി. അത് കേട്ട് ശരിക്കും എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. ഇവനെന്താ ഈ 2 വർത്താനം പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? കിഷോർ ശ്രീ അവൻ പോയ വഴി നോക്കി നിൽക്കുമ്പോൾ അവളിൽ എന്തായിരുന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ശ്രീ മുറിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ശരണ്യ വരുന്നത്. നിനക്ക് ഈ മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട് ഓരടിക്കുന്നൊന്നുമില്ലേ? ശരണ്യ ഇതൊക്കെ എനിക്ക് ശീലമായതാ ശ്രീ. അവളെ കണ്ടതും ശ്രീ പറഞ്ഞു, നീ ഇങ്ങനെ മുറിയിൽ തനിച്ചിരുന്നിട്ടാ നീ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നത്. ഇങ്ങനെ പ്രോബ്ലത്തിൽ നിന്നും ഒളിച്ചു നിൽക്കാതെ എല്ലാം നേരിടണം. ശരണ്യ ഇതെല്ലാം പറയാനേ സാധിക്കൂ. എൻ്റെ അമ്മ പോയതോടെ പോയതാ എൻ്റെ ജീവിതത്തിലെ സന്തോഷമെല്ലാം. ശ്രീ നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം, എൻ്റെ കഥ. എന്നിട്ട് നീ ഇത് തന്നെ പറയണം. ആദ്യം എൻ്റെ കൂടെ വാ. ഇവിടെ ടെറസിൽ നിന്നും കാണാൻ നല്ല ഭംഗിയാ, അവിടെ നിന്നും സംസാരിക്കാം, വാ. ശരണ്യയുടെ കൂടെ കോണിപ്പടികൾ കയറുമ്പോഴാണ് താഴേക്ക് കാശി ഇറങ്ങി വരുന്നത്. അവനെ കണ്ടതും അവൾ അവനെ തന്നെ തുറിച്ചു നോക്കിയാണ് കോണിപ്പടികൾ കയറുന്നത്. അവനാണെങ്കിൽ ഒന്ന് നോക്കുന്നു കൂടെ ഇല്ലായിരുന്നു. അവനെ നോക്കി സ്റ്റെപ്പ് കയറുന്നത് കൊണ്ട് തന്നെ മുമ്പിലേക്ക് നോക്കാതെ സ്റ്റെപ്പ് കയറിയതിനാൽ അവളുടെ കാലൊന്ന് തെന്നി. അവൾ പെട്ടെന്ന് താഴേക്ക് വീയാൻ പോയതും കാശിയുടെ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. അവൾ പേടിച്ചു ഇറുകെ പിടിച്ചിരുന്ന കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് കാശി നിൽപ്പുണ്ട്. അവനെ അവളും നോക്കി. അവൻ അവളുടെ കൈ വലിച്ചു എണീപ്പിച്ചു നിർത്തി. അപ്പോഴേക്ക് ശരണ്യ ഇത് കണ്ട് മുകളിൽ നിന്നും എത്തിയിരുന്നു. അവൾ അവിടെ നിന്നും നോക്കി നിന്നു. എന്നെ നോക്കി നടന്നാൽ ഇപ്പൊ താഴെ കിടന്നേനെ. കാശി അവളെ എണീപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു, അപ്പൊ ഞാൻ നോക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലേ ശ്രീ. അതിനെ അവൻ ദേഷ്യത്തിൽ ഒന്ന് നോക്കി. ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയെന്ന് വിചാരിച്ചു ഈ ശ്രീ പേടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങളെപ്പോലെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാനും അഭിനയിക്കാനും എനിക്കറിയില്ല ശ്രീ. അതും പറഞ്ഞു അവൾ ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പക്ഷേ അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇത് താഴെ നിന്നും ഒളിഞ്ഞു നിന്നും വീശിക്കുന്ന ആരവ് കണ്ടിരുന്നു. ഹമ്പടാ, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പുറത്ത് കാണിക്കില്ലെന്ന്. നമുക്ക് നോക്കാം എത്ര നാൾ ഇങ്ങനെ നടക്കുമെന്ന്. എൻ്റെ കാശിയേട്ടനെ എനിക്കറിയില്ലേ? ആരവാത്മ. കാശി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ആരവ് പോയി അവനെ മുട്ടി. എന്താടാ എവിടെ നോക്കിയാ ഈ ഓടുന്നേ? കാശി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. സോറി ഏട്ടാ, ഞാൻ ശ്രീകുട്ടിയെ നോക്കി ഓടിയതാ. ആരവ് നിനക്കിപ്പോ എന്തിനാ അവളെ? കാശി പ്രണയിക്കാൻ. എന്ത്? കാശി അയ്യോ ചേട്ടൻ പേടിച്ചോ, ഞാൻ ഈ ഏട്ടത്തിയെ പ്രണയിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ ഏട്ടത്തിയമ്മയല്ലേ. ആരവ് അത് കേട്ടതും കാശി ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ഞാൻ കെട്ടിയിട്ട് അവൾ നിന്റെ ഏട്ടത്തിയമ്മാവില്ല. കാശി അതും പറഞ്ഞു അവൻ അവിടെ നിന്നും പോയി. ഇത് ശ്രീ പറഞ്ഞ പോലെ ഏട്ടന് ഓന്തിൻ്റെ സ്വഭാവമാണല്ലോ. അവൻ പോയ വഴി നോക്കി ആരവ് പറഞ്ഞു. ശരണ്യയുടെ കൂടെ ശ്രീ ടെറസിലെത്തുമ്പോൾ താഴേക്കും ചുറ്റുമുള്ള
താഴേക്കും ചുറ്റുമുള്ള വീടും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ശ്രീ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറം ലോകം കാണുന്ന പോലെ ചുറ്റും നോക്കി അതെല്ലാം ആസ്വദിക്കുമായിരുന്നു. ശരണ്യയുടെ വിളിയാണ്. അവൾ അവിടെ നിന്നും കണ്ണെടുത്തു അവളെ തിരിഞ്ഞു നോക്കി. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഈ വീട്ടിൽ കാശിയേട്ടനും ആരവും അമ്മാവനും കിഷോറേട്ടനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ നിന്നെ പോലെ കൊണ്ടുവന്നതാ എന്നെയും എൻ്റെ ഏട്ടൻ ശരണ്യയും. നീ പറഞ്ഞില്ലേ നിന്റെ അമ്മ മരിച്ചതോടെ ജീവിതത്തിലെ സന്തോഷമെല്ലാം പോയെന്ന്. എന്നാൽ എനിക്ക് അങ്ങനൊരു അമ്മയുടെ താരാട്ടോ സ്നേഹമോ ലഭിച്ചിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി. അത് കേട്ടതും ശ്രീ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. അന്ന് ആരുമില്ല. പിച്ചുതണ്ടി ഉണ്ടാക്കുന്ന കാച്ചിൽ ജീവിക്കുന്ന ശരനും അമീറും. ഇവർ അന്ന് ഏതോ വയ്യോരത്തു നിന്നും കിട്ടിയപ്പോൾ എടുത്തു വളർത്തി. ഇല്ലെങ്കിൽ ആ വയ്യോരത്ത് കിടന്നു വല്ല പട്ടിയോ കടിച്ചു അന്നേ മരിച്ചേനെ. അങ്ങനെ വളർന്നപ്പോൾ അവർ എനിക്ക് ഏട്ടനായി. പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അവരുടെ കൂടെ ഞാനും പാട്ടയും പെറുക്കി അത് വിറ്റ് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവർ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ദൈവദൂതർ പോലെ വരുന്നത്. ഇനി നീ പറ, ഇങ്ങനെയെല്ലാമായിട്ടും ഞാൻ സന്തോഷിക്കുന്നില്ലേ? എന്നിട്ട് നിനക്കാണോ കഴിയുന്നില്ലെന്ന് പറയുന്നത്? അത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞില്ലേ? ശരണ്യ, എൻ്റെയും നിൻ്റെയും സാഹചര്യമുണ്ടല്ലോ, അതൊന്നല്ല. ശരിയാണ്, ജനിച്ചു വളർന്നപ്പോൾ തന്നെ അവരില്ലെന്നത്. ബട്ട് പിന്നീട് നിന്നെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ഈ കാണുന്നവർ എല്ലാമുണ്ട്. കുട്ടിക്കാലത്ത് ആ അറിവില്ലാത്ത പ്രായത്തെ വേദന പോലെയല്ല ഇത്. അന്നത്തത് വേദന അല്ലെന്നുമല്ല, ബട്ട് അറിവും അന്തവും വെക്കുമ്പോൾ ജീവിതത്തിന് ചുറ്റുമുള്ളവർ കൊലയാളികളും എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ജീവിച്ച ഒരു ജീവിതമുണ്ട് എനിക്ക്. സ്വന്തം അമ്മയെ അച്ഛൻ കൊല്ലുന്നത് കൺമുമ്പിൽ കണ്ടിട്ടും വാ തുറക്കാനാവാതെ പോയ ബാല്യമുണ്ട് എനിക്ക്. ഒന്ന് ശബ്ദിച്ച് കരയാൻ പോലും അവകാശമില്ലാത്ത ആ വീട്ടിൽ ഞാൻ ജീവിച്ച എൻ്റെ 22 വർഷം. ആ കാണുന്ന വീടും സ്വത്തുമല്ലാതെ സന്തോഷമോ സമാധാനമോ അവിടെയില്ല. എൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയ നരകമാണത്. ശ്രീ അവൾ അതും പറഞ്ഞ് ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു. പണമോ പത്രാസോ അല്ല ശരണ്യ ജീവിതം. ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കും നൽകാവുന്ന ഒരു മൂല്യമില്ലേ മനുഷ്യനെന്ന പരിഗണന? അതുപോലും കിട്ടിയിട്ടില്ല എനിക്ക്. എന്തിനു പറയുന്നു, അവിടുത്തെ ഒരു പട്ടിയുടെ പരിഗണന പോലും എനിക്കില്ല. ഒന്ന് ഉള്ളു തുറന്നു പോയാൽ ഞാനെല്ലാം പറഞ്ഞു പോകുമോ എന്ന പേടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉള്ളു തുറക്കാത്തത്. എന്നിൽ ഉള്ളതെല്ലാം എന്നിൽ തന്നെ അവസാനിക്കണം. അതാണ് പലപ്പോഴും പലർക്കും നല്ലത്. അതും പറഞ്ഞു കണ്ണുകൾ തുടച്ചു അവളെ നോക്കി. ശരണ്യ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ആ നരകത്തിൽ രക്ഷപ്പെട്ടു ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ജീവിതം ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം ആയിരുന്നു കാശി. അതും എനിക്ക് നഷ്ടമായി. അവിടെയും മനുഷ്യനൊരു പരിഗണനയ്ക്ക് പകരം ഒരു പാവയെപ്പോലെ ആട്ടം കണ്ട കളിപ്പാവയായി. ചതിക്കുമായിരുന്നു ഇത്രയും നാളും. ആ ഒരു മനുഷ്യന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എല്ലാം കൂടെ തല പേരിക്കുന്നുണ്ട് എനിക്ക്. അതും പറഞ്ഞു അവൾ അവിടെ നിന്നും പോയി. അവളുടെ അവസാനത്തെ വാക്കുകളിൽ ദേഷ്യവും കലർന്നിരുന്നു. ശരണ്യ അവൾ പോകുന്നത് നോക്കി നിന്നു. ശ്രീ, നീ ഒരുപാട് അനുഭവിച്ചു എന്നറിയാം. ബട്ട് കാശിയേട്ടനെ നിന്നേക്കാൾ മുമ്പ് ഞാൻ സ്നേഹിച്ചു പോയി. അവിടേക്കാണ് നീ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഏട്ടൻ വിളിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്നും ഓടിക്കിതച്ചു വന്നതുപോലും നിനക്ക് കാവലിനല്ല, മറിച്ചു കാശിയേട്ടനെ നീ സ്നേഹിക്കുന്ന വാർത്ത അറിഞ്ഞിട്ട് തന്നെയാണ്. നീ പാവമാണെന്നറിയാം, പക്ഷേ കാശിയേട്ടനെ നിനക്ക് വിട്ടുതരാൻ പറ്റില്ല ശ്രീവിദ്യ. ശരണ്യാത്മ അവൾ പോയ വയ്യെ നോക്കി ശരണ മനസ്സിൽ പറഞ്ഞു. എന്നാൽ മുകളിലേക്ക് കയറി വന്ന കാശി ശ്രീ പറഞ്ഞുകൊണ്ടുപോയ വാക്കുകൾ എല്ലാം അവിടെ നിന്നും കേട്ട് ഒരു ശില പോലെ നിൽപ്പുണ്ട്. അവൻ അതെല്ലാം ഓർത്ത് അവൻ്റെ മുറിയിലേക്ക് കയറി. തുടരും.